الحمد لله الذي أنزل القرآن الذي أنزل قرآنا عربيا غير ذي عوج بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ ഉൾപ്പെടെ സബ്സിഡിയറി പ്രൊജക്റ്റ് ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലഗൈരി നാത്തിഖീന ബിഹ, അതിലെ പാർട്ട് 1 സെമസ്റ്റർ 1 യൂണിറ്റ് 20 നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ പല കുടുംബങ്ങളിലും പല ഗോത്രങ്ങളിലും പല സ്ഥലങ്ങളിലും പല നാടുകളിലും പെട്ട നമ്മെ അള്ളാഹുവിൻ്റെ ഒരൊറ്റ ദീനിൻ്റെ മാർഗത്തിലാണ് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്രകാരം സ്വർഗത്തിലും നമ്മെ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഷ, ഖുർആനിൻ്റെ ഭാഷ, അവൻ്റെ പ്രവാചകൻ്റെ ഭാഷ, അങ്ങനെ അള്ളാഹുവും റസൂലും ദീനുൽ ഇസ്ലാമും നൽകിയിരിക്കുന്ന പ്രാധാന്യം നൽകിയിരിക്കുന്ന ഭാഷ, അതേപോലെ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ അറബി ഭാഷ. ആ അറബി ഭാഷ പഠിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഖുർആൻ മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് മുഖേന അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതുമാണ് നമ്മുടെ എവർ ലാസ്റ്റിംഗ് എയിം, ഗോൾ. ആ ലക്ഷ്യം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ സൂം ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം സൂമിൻ്റെ പുതിയ ലിങ്ക് അയച്ചു തരാം. ഇപ്പോൾ കയറുന്ന ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കയറാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ അതിൽ പ്രയാസമുണ്ട്. എനിക്കിവിടെ കൺട്രോളിൽ കാണിക്കുന്നതുമില്ല. നിങ്ങൾക്ക് കയറാൻ പാസ്വേഡ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അത് മാറ്റി കൊടുക്കാം. നമ്മൾ പാഠം യൂണിറ്റ് 20 പോവുകയാണ്. യൂണിറ്റ് 19 വരെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് 109 പേജാണ് ഞാൻ വായിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മറ്റൊരു എഡിഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെ പേജ് നമ്പർ നിങ്ങൾ നോക്കണ്ട. നമ്മുടെ പാഠപുസ്തകം ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്ക് 109 പേജാണ് വായിക്കുന്നത്. അദ്ദർസുൽ ഇശ്റൂൻ 20 യൂണിറ്റ് 20 പാഠം. ലൈല: യാ സൽമ അഫി ഫസ്ലിക്കി താലിബാത്തുൻ മിനസ്സീനി വൽ ജാബാനി. യാ സൽമ, സൽമ എന്ന് വിളിക്കുമ്പോൾ യാ എന്ന് പറഞ്ഞാൽ അവസാനം ലം വരണം. പക്ഷേ ഇവിടെ സൽമ എന്താണ്, അവസാനം ദുർബലാക്ഷരം അടങ്ങിയതാണ്. അതുകൊണ്ട് ലം വെളിവാവുകയില്ല. സൽമ. ഓക്കെ. അഫി ഫസ്ലിക്കി, ഫസ്ലിക്ക എന്ന് പറയുമ്പോൾ പുരുഷനോട്, ഫസ്ലിക്കി എന്ന് പറയുമ്പോൾ സ്ത്രീയോട്. യാ മറിയമു ഉസ്ജുദി ലി റബ്ബിക്കി, ഉസ്ജുദി ലി റബ്ബിക്കി എന്ന് പറഞ്ഞല്ലോ. നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ അഫി ഫസ്ലിക്കി. അതായത് ഖുർആനിലും ആ പ്രയോഗമുണ്ട്. പക്ഷേ ഖുർആനിൽ റയർ ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മളത് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതിന് ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് നാം ഇത്തരം കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതിലില്ലാത്തത് ഇതിലൂടെ പഠിക്കാം. അഫി ഫസ്ലിക്കി താലിബാത്തുൻ, അറിയാം, ഗേൾ സ്റ്റുഡൻസ്, മിനസ്സീനി ചൈനയിൽ നിന്നുള്ള, വൽ യാബാനി ജപ്പാനിൽ നിന്നുള്ളതും. അപ്പോൾ നമുക്ക് എളുപ്പമായ ഒരു മാർഗമുണ്ട്. അതായത് രാഷ്ട്രങ്ങളുടെ പേരിൽ അൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേരുകളുടെ കൂടെ അൽ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കസ്ർ സ്വീകരിക്കുന്ന നാമമായിരിക്കും. അതിൽ സംശയമില്ല. ദുർബലാക്ഷരമാണെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ സാധാരണഗതിയിൽ നാമം അൽ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ കസ്ർ സ്വീകരിക്കും. ചില നാമങ്ങൾ ചിലപ്പോൾ അൽ ചേർന്ന് വരികയില്ല, ചിലപ്പോൾ അൽ ചേർന്ന് വരും. ചില അൽ ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ കസ്ർ സ്വീകരിച്ചെന്ന് വരില്ല. പക്ഷേ അൽ ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ അത് സ്വീകരിക്കും. സൽമ: നഅം ഫി ഫസ്ലിന ഖംസ് ത്വാലിബാത്തിൻ. ഫി ഫസ്ലിന ഖംസ് ത്വാലിബാത്തിൻ. അപ്പോൾ ഒന്നാമത് നമ്മളിവിടെ പഠിച്ചത് ഫസ്ലിക്കി എന്ന പ്രയോഗമാണ്. രണ്ടാമത് ഫി ഫസ്ലിന ഖംസു ത്വാലിബാത്തിൻ,
ഇവിടെ ത്വാലിബാത്ത് എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പോൾ ഹംസ് എന്ന താ ഇല്ലാത്ത പദമാണ് ഉപയോഗിക്കേണ്ടത്. അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇതിനോട് മാച്ച് ചെയ്തിട്ടാണെങ്കിൽ അതെന്താണ്? സ്ത്രീലിംഗമാണ്. പക്ഷെ ഇവിടെ താ ഇല്ലാത്ത പദമാണ് എന്നാണ് നാം പറഞ്ഞു പഠിക്കേണ്ടത്. ഹംസ് ത്വാലിബാത്തിൻ, ഹംസത്തല്ല. സ്ത്രീലിംഗ പദത്തിന്റെ കൂടെ താ ഇല്ലാത്ത പദമാണ് ഉപയോഗിക്കുന്നത്. നാം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഫി ഫസ്ലിന ഹംസു ത്വാലിബാത്തിൻ മിനസ്സീനി, ചൈനയിൽ നിന്നുള്ള. വ അർബഉ ത്വാലിബാത്തിൻ മിനൽ യാബാനി. നേരത്തെ വന്നാൽ മസ്കുലിൻ ആയിരുന്നു തോന്നുന്നു അല്ലെ? പുല്ലിംഗമാണ് നേരത്തെ വന്നിട്ടുള്ളത്. വ അർബഉ ത്വാലിബാത്തിൻ, അവിടെ എന്താണ്? അർബഉ ത്വാലിബാത്തിൻ. അപ്പൊ അർബഉ താ ഇല്ലാത്തതാണ്, ത്വാലിബാത്ത് സ്ത്രീലിംഗമാണ്. മിനൽ യാബാനി, ജപ്പാനിൽ നിന്നുള്ള. വ സമാനി ത്വാലിബാത്തിൻ, വ സമാനി ത്വാലിബാത്തിൻ, സമാനിയത്തല്ല, സമാനി ത്വാലിബാത്തിൻ മിൻ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിൽ നിന്നുള്ള 8 ഗേൾ സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ. ലൈല വഫി ഫസ്ലിന സലാസു ത്വാലിബാത്തിൻ. അപ്പൊ ലൈല പറയുകയാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഫി ഫസ്ലിന സലാസു ത്വാലിബാത്തിൻ, സലാസു ത്വാലിബാത്തിൻ. അപ്പോൾ താ ഇല്ലാത്തതാണ് സലാസ്, ത്വാലിബാത്ത് സ്ത്രീലിംഗമാണ്. സലാസു ത്വാലിബാത്തിൻ മിനൽ ഹിന്ദി, മിനൽ ഹിന്ദി. ഹിന്ദി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹിന്ദിക്കാരനാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അൽ ഹിന്ദ് എന്ന് പറയുന്നത് സിന്ധു നദിയുമായി ബന്ധപ്പെടുത്തിയാണ് ഹിന്ദിന് ഹിന്ദ് എന്ന് പേര് വന്നത് കേട്ടോ. അത് അറബികൾ നേരത്തെ തന്നെ ഈ പ്രദേശത്തെ ഹിന്ദ് എന്നാണ് വിളിച്ചു വന്നിരുന്നത്. വസിത്തു ത്വാലിബാത്തിൻ, 6 സ്റ്റുഡൻസ് മിനൽ ഫിലിപ്പീനി. അപ്പൊ ആൽ വന്നു, അവിടെ നീ ഉണ്ട്. മിനൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള 6 ഗേൾ സ്റ്റുഡൻസും ഉണ്ട്. വസബഅ ത്വാലിബാത്തിൻ മിനൽ കുവൈറ്റി, കുവൈറ്റിൽ നിന്നുള്ള 7 സ്റ്റുഡൻസും ഉണ്ട്. സൽമ കം ഉഖ്തൻ ലക്കി യാ ലൈല. ഇപ്പൊ ഇനി നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യണം? വീട്ടിൽ സംസാരിക്കണം. അപ്പൊ സംസാരിക്കുമ്പോൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കീ ഏകവചനമാണെങ്കിൽ കീ ചേർത്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. തിരിച്ച് സ്ത്രീ എന്ത് ചെയ്യുക? പുരുഷനോട് കാ ചേർത്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യണം? മറ്റു സ്ത്രീകളെ കണ്ടെത്തി അവരോട് കീ ചേർത്ത് പറഞ്ഞ് ശീലിക്കണം. ഓക്കെ. നമ്മൾ എവിടെയെങ്കിലും ഇത് പ്രയോഗവൽക്കരിച്ചെങ്കിലേ ഇത് എങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പഠനകാലത്ത് എന്ത് ചെയ്യണം? പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി അവസരം കണ്ടെത്തി സംസാരിക്കണം. ഇപ്പം നമുക്ക് ഓൺ സൈറ്റ് ക്ലാസ് ആണെങ്കിൽ, നേരിട്ടുള്ള ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ബാച്ചുകളായിട്ട് തിരിച്ച് അവിടെ തന്നെ നമ്മൾ സംഭാഷണം നടത്താമായിരുന്നു. ഓക്കെ. സൽമ കം ഉഖ്തൻ ലക്കി യാ ലൈല. ലൈല, നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? കം ഉഖ്തൻ ലക്കി യാ ലൈല. ലീ സലാസു അഖവാത്തിൻ. ലീ സലാസു അഖവാത്തിൻ, എനിക്ക് 3 സഹോദരിമാരാണ് ഉള്ളത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച എല്ലാം പുല്ലിംഗമായിരുന്നു. പുല്ലിംഗത്തിൽ എല്ലാത്തിലും എന്തുണ്ട്? തായുണ്ട് കേട്ടോ. സ്ത്രീലിംഗ പദമാകുമ്പോൾ തായില്ലാത്ത സംഖ്യയാണ് ഉപയോഗിക്കേണ്ടത്. ലീ സലാസു അഖവാത്തിൻ. സൽമ വകം അഖൻ ലക്കി. വകം അഖൻ ലക്കിയ, ഇവിടെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കി തരുന്നുണ്ട്. കം അഖൻ ലക്കി, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലീ ഹംസത്തു ഇഖ്വത്തിൻ. ഹംസത്തു ഇഖ്വത്തിൻ, ഇവിടെ അക്ഷരത്തിൽ എന്താണ്? തായുണ്ട് ഇഖ്വത്തിന്. ഞാൻ എപ്പോഴും പറയുന്നതാണത്. അത് അർത്ഥത്തിൽ എന്താണ്? അർത്ഥത്തിൽ പുരുഷനായതുകൊണ്ട് അവിടെ തായ് ചേർത്തിട്ടുള്ള സംഖ്യയാണ് ഉപയോഗിക്കുന്നത്. ഹംസത്തു ഇഖ്വത്തിൻ. അപ്പൊ പദം നോക്കിയിട്ടല്ല, ആശയം നോക്കിയിട്ടാണ് അവിടെ വരുന്നത്. ലീ ഹംസത്തു ഇഖ്വത്തിൻ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അപ്പൊ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 10 വരെയും എന്താണ്? ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. ലീ ഹംസത്തു ഇഖ്വത്തിൻ, ലീ സലാസു അഖവാത്തിൻ, അവിടേക്ക് എന്താണ്? ബഹുവചനമാണ്. സൽമ
ലക്കി സലാസു അഖവാത്തിൻ വ ഖംസത്തു ഇഖ്വത്തിൻ. ലക്കി സലാസു അഖവാത്തിൻ, സഹോദരിമാരുടെ കൂടെ സലാസ് താ ഇല്ലാത്തത്, വ ഖംസത്തു ഇഖ്വത്തിൻ, സഹോദരന്മാരുടെ കൂടെ താ ഉള്ളതും. ലൈല നഅം, അതെ. വകം അഖൻ വ ഉഖ്തൻ ലക്കി, നിനക്ക് എത്ര സഹോദരന്മാരും സഹോദരിമാരുണ്ട്? വകം അഖൻ വ ഉഖ്തൻ ലക്കി സൽമ. ലീ അർബഅതു ഇഖ്വത്തിൻ വ അർബഉ അഖവാത്തിൻ. ലീ അർബഅതു ഇഖ്വത്തിൻ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. വ അർബഉ അഖവാത്തിൻ, ആ വ്യത്യാസം കണ്ടോ? ഇങ്ങനെ നമ്മുടെ ലാംഗ്വേജ് പറയാം. ലീ അർബഅതു ഇഖ്വത്തിൻ, സഹോദരന്മാരുടെ കൂടെ തായുണ്ട്, സഹോദരിമാരുടെ കൂടെ തായില്ല. വ അർബഉ അഖവാത്തിൻ. ലൈല ലീ ജമീലത്തുൻ ഇസ്മുഹ ഖദീജത്തു. ലീ ജമീലത്തുൻ, എനിക്ക് ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. ഇസ്മുഹ ഖദീജത്തു, ക്ലാസ്മേറ്റ് എന്ന് പറയാം, കൊളീഗ് എന്ന് പറയാം, ഫ്രണ്ട് എന്നും പറയാം. ഇസ്മുഹ, അവരുടെ പേര് ഖദീജത്തു, ഖദീജ എന്നാണ്. അപ്പൊ ഖദീജ എന്താണ്? തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്. അത് ശ്രദ്ധിച്ചോളണം, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ. ഒരിക്കൽ കൂടി നിങ്ങൾ ആ പേജിൽ പോയി നോക്കിയിട്ട് തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ ഒന്നുകൂടി പഠിച്ചു വെക്കുക. ഞാനത് എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. ഒരു സ്ഥലത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം? എഴുതി വെക്കണം തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ. അപ്പൊ എന്നിട്ട് അത് എന്ത് ചെയ്യണം? നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ലഹ സമാനിയത്തു ഇഖ്വത്തിൻ, അവൾക്ക് 8 സഹോദരന്മാരുണ്ട്. ലഹ സമാനിയത്തു ഇഖ്വത്തിൻ വ സമാനി അഖവാത്തിൻ. സമാനി അഖവാത്തിൻ. എട്ട് സഹോദരിമാരുമുണ്ട്. പാഠം അവിടെ അവസാനിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ സംഗതികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും വളരെ ക്ലിയർ ആണ്, എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക മാത്രമേ വേണ്ടിയുള്ളൂ. എക്സസൈസ് ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ആൻഡ് റൈറ്റ് എങ്ങനെ നിങ്ങൾ ചെയ്യും? റീഡ് ആൻഡ് റൈറ്റ് നിങ്ങൾ ഒരു ജമീലിനെ കണ്ടെത്തണം. ഒരു ജമീലിനെ, ക്ലാസ്മേറ്റോ അല്ലെങ്കിൽ കോവർക്കർ, കൊളീഗിനെ കണ്ടെത്തണം. ഒരു കൊളീഗിനെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുക. എഴുതിയതിന് ശേഷം ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുക, കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്യണം? പറയണം. സലാസു ത്വാലിബാത്തിൻ, അർബഉ ത്വാലിബാത്തിൻ, ഖംസു ത്വാലിബാത്തിൻ, സിത്തു ത്വാലിബാത്തിൻ, സബഉ ത്വാലിബാത്തിൻ, സമാനി ത്വാലിബാത്തിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, അശറു ത്വാലിബാത്തിൻ. ഓക്കെ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്തിരുന്നു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ സലാസത്തു തുല്ലാബിൻ, അപ്പോൾ പുല്ലിംഗ ബഹുവചനത്തോടൊപ്പം താ ചേർത്തതാണ് പറഞ്ഞു പഠിച്ചത്. അപ്പം ഇതെന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ആ പാഠവും ഈ പാഠവും, അതായത് ടെക്സ്റ്റിലെ 106 ഏറ്റവും മുകളിലത്തെ എക്സസൈസും അതേപോലെ ടെക്സ്റ്റിൽ 110 ഏറ്റവും മുകളിലത്തെ എക്സസൈസും വേഗത്തിൽ വായിച്ച് ശീലിക്കാനുള്ളതാണ്. സലാസു ത്വാലിബാത്തിൻ, അർബഅ ത്വാലിബാത്തിൻ, ഖംസു ത്വാലിബാത്തിൻ, സിത്ത ത്വാലിബാത്തിൻ, സബഅ ത്വാലിബാത്തിൻ, സമാനിയ ത്വാലിബാത്തിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, അശ്റു ത്വാലിബാത്തിൻ. ഓക്കെ. ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ് അഗൈൻ. ഫി ബൈത്തിന സലാസു ഖുറഫിൻ. ഫി ബൈത്തിന സലാസു ഖുറഫിൻ. എന്തുകൊണ്ടാണ് ഖുറഫിന്റെ കൂടെ സലാസ് ഉപയോഗിച്ചത്? ആർക്കും പറയാം? സലാസ് പുല്ലിംഗം, അതായത് താ ഇല്ലാത്തതാണ്. ഖുറഫ് എന്നത് ഖുർഫത്തിന്റെ ബഹുവചനമാണ്. ഖുറഫ്, ഖുർഫത്തിൻ റൂം, ഖുറഫ് റൂമുകൾ. അപ്പോൾ ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗമായിട്ടാണ് അത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സലാസു ആണ് ഉപയോഗിക്കേണ്ടത്, താ ഇല്ലാത്ത. ഫിൽ ജാമിഅത്തി അശ്റു ഹാഫിലാത്തിൻ. ഫിൽ ജാമിഅത്തി യൂണിവേഴ്സിറ്റിയിൽ, അശ്റു ഹാഫിലാത്തിൻ, ഹാഫിലത്തുൻ ബസ്, ഹാഫിലാത്തുൻ ബസ്സുകൾ.
അപ്പൊ ഹാഫിലത്തുൻ ഹാഫിലാത്തുൻ ഇത് എങ്ങനെ ബഹുവചനമായിട്ട് എടുത്താലും അല്ല, അത് ഏകവചനമായ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനമായി പരിഗണിച്ചാലും അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് അഷറു എന്ന താ ഇല്ലാത്ത പദം ഉപയോഗിച്ചു. ഫി ഹാദിഹിൽ മദ്രസത്തി സമാനി മുദർരിസാത്തിൻ, അവിടെയും താ ഇല്ലാത്ത മുദർരിസാത്തിൻ. ഈ സ്കൂളിൽ 8 അധ്യാപികമാരുണ്ട്. അബ്ബാസുൻ ലഹു സബഉ ബനാത്തിൻ, അബ്ബാസ് അദ്ദേഹത്തിന് സബഉ ബനാത്തിൻ 7 പെൺകുട്ടികളുണ്ട്. അപ്പോൾ സബഉ എന്നത് താ ഇല്ലാത്ത ഉപയോഗിച്ചു. ഫി ബൈത്തിന തിസ്ഉ ദജാജത്തിൻ, ഞങ്ങളുടെ വീട്ടിൽ ഫി ബൈത്തിന ഞങ്ങളുടെ വീട്ടിൽ തിസ്ഉ ദജാജാത്തിൻ, ദജാജത്തുൻ ചിക്കൻ കോഴി, ദജാജാത്തുൻ അതിൻ്റെ ബഹുവചനം. അപ്പോൾ സ്ത്രീലിംഗമാണ്, എങ്ങനെയായിരുന്നാലും സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തിസ്ഉ എന്ന താ ഇല്ലാത്ത പദം ഉപയോഗിച്ചു. ഫിൽ ജാമിഅത്തി ഹംസു കുല്ലിയാത്തിൻ, യൂണിവേഴ്സിറ്റിയിൽ 5 കോളേജുകളുണ്ട്. കുല്ലിയത്തിൻ സ്ത്രീലിംഗമായതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, അതിൻ്റെ ബഹുവചനത്തെ ഹംസു എന്ന താ ഇല്ലാത്ത പദം കൊണ്ട് വിശേഷിപ്പിച്ചു. ഫിൽ മുസ്തഷ്ഫ അഷ്റു തബീബാത്തിൻ, ഹോസ്പിറ്റലിൽ 10 ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്. വ അർബഉ മുമർരിദാത്തിൻ, 4 നഴ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ 2 സ്ഥലത്ത് എന്താണ്, മുമർരിദാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് അർബഉ തായില്ലാത്തത്, തബീബാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് അഷറു തായില്ലാത്ത ഉപയോഗിച്ചു. സമാനിയ ഖാലിദുൻ ലഹു സലാസത്തു അബ്നാഇൻ, ഖാലിദ് അദ്ദേഹത്തിന് സലാസത്തു അബ്നാഇൻ, അപ്പൊ പുല്ലിംഗമായതുകൊണ്ട് താ ഉള്ള പദം ഉപയോഗിച്ചു. വ അർബഉ ബനാത്തിൻ, അവിടെ സ്ത്രീലിംഗമായതുകൊണ്ട് താ ഇല്ലാത്ത പദം ഉപയോഗിച്ചു. ലീ ഖംസത്തു ഇഖ്വത്തിൻ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, പുല്ലിംഗമായതുകൊണ്ട് താ ഉള്ള പദം ഉപയോഗിച്ചു. വസിത്തു അഖവാത്തിൻ, വസിത്തു അഖവാത്തിൻ സഹോദരിമാരുണ്ട്, അതായത് സ്ത്രീലിംഗമായതുകൊണ്ട് താ ഇല്ലാത്ത സംഖ്യ ഉപയോഗിച്ചു. സിത്തുൻ എന്നതാണ് അടിസ്ഥാനം, പിന്നെ അതിൻ്റെ കൂടെ താ ചേർത്താൽ സിത്തത്തുൻ എന്ന് വരും. അഷറ ഫി ഹാദൽ കിതാബി അഷ്റത്ത് ദുറൂസിൻ, അപ്പൊ ദർസ് എന്താണ്, ദർസ് പുല്ലിംഗമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ദർസുൻ എൻ്റെ ചില സന്ദർഭങ്ങൾ അങ്ങനെ വരും കേട്ടോ, ദർസ് എന്ന പുല്ലിംഗത്തെ അതിൻ്റെ ബഹുവചനമായതുകൊണ്ട് ദുറൂസിനെ അഷറത്തു എന്നാണ് പറഞ്ഞത്. ഫി ഹാദൽ കിതാബി അഷറത്തു ദുറൂസിൻ, അഷറത്തു ദുറൂസിൻ, ഈ പാഠത്തിൽ 10 അല്ല, ഈ കിതാബിൽ ഈ പുസ്തകത്തിൽ 10 പാഠങ്ങളുണ്ട്. 11 ലന അർബഅത്തു അഅ്മാമിൻ, ഞങ്ങൾക്ക് 4 ജളാപ്പമാരുണ്ട്, പാപ്പയുടെ സഹോദരന്മാർ പിതൃവ്യന്മാരുണ്ട്. അർബഅത്തു, അപ്പോ പിതൃവ്യന്മാർ പുല്ലിംഗമായതുകൊണ്ട് താ ഉള്ള പദം ഉപയോഗിച്ചു. വഹംസു അമ്മാത്തിൻ, ഹംസു അമ്മാത്തിൻ 5 അമ്മായിമാരുമുണ്ട്, പാപ്പയുടെ സഹോദരിമാർ. ഫി ബലദി ഹംസു ജാമിആത്ത്, ഫി ബലദി എൻ്റെ നാട്ടിൽ ഹംസു ജാമിആത്തിൻ 5 യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ജാമിഅത്തുൻ ജാമിആത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് ഹംസു എന്ന താ ഇല്ലാത്ത പദം ഉപയോഗിച്ചു. ഫി ഹാദ ദർസി സമാനി കലിമാത്തിൻ, ഫി ഹാദ ദർസി സമാനി കലിമാത്തിൻ ജദീദത്തിൻ, ഈ പാഠത്തിൽ 8 പദങ്ങൾ, സമാനി കലിമാത്തിൻ, കലിമത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സമാനി എന്ന പദം ഉപയോഗിച്ചു. സമാനി കലിമാത്തിൻ 8 കലിമത്തുകളുണ്ട്. എങ്ങനെയുള്ള കലിമത്തുകൾ? ജദീദത്തിൻ പുതിയതായ, 8 ന്യൂ വേർഡ്സ് ഉണ്ട്, പുതിയ പദങ്ങളുണ്ട്. അപ്പോൾ സംഖ്യയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ സംഗതി ക്ലിയർ ആണ്. അതോടൊപ്പം
കലിമാത്തിൻ എന്നതിൻ്റെ വിശേഷണമാണ് ജദീദത്തിൻ. അതുകൊണ്ട് കലിമാത്ത് എന്ന ബഹുവചനം സ്ത്രീലിംഗമായി പരിഗണിച്ചിട്ട് സ്ത്രീലിംഗ ഏകവചനമാണ് അതിന്റെ വിശേഷണമായി കൊടുക്കുന്നത്, ജദീദത്തിൻ. ഇന്ദി സലാസു മജല്ലാത്തിൻ. മജല്ലത്തിൻ മാഗസിൻ, മജല്ലത്തിൻ മാഗസിൻ. ഇന്ദി സലാസു മജല്ലാത്തിൻ, എൻ്റെ അടുക്കൽ 3 മാഗസിനുകൾ ഉണ്ട്. ഇപ്പൊ മജല്ലത്തുൻ, മജല്ലാത്തിൻ, മജല്ലത്തുൻ, മജല്ലാത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് സലാസു എന്ന താ ഇല്ലാത്ത പദം ഉപയോഗിച്ചു. അടുത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി മുസ്തഅമിലനിൽ അദദൽ മദ്കൂറ ബൈനൽ ഖൗസൈൻ. ഖൗസ് എന്ന് പറഞ്ഞാൽ വില്ല് എന്നാണ്, ബ്രാക്കറ്റ് എന്നും അർത്ഥമുണ്ട്. ഖൗസ് വില്ല്. ഇപ്പൊ കാന ഖാബ ഖൗസൈൻ എന്ന് പറഞ്ഞതുപോലെ. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി മുസ്തഅമിലനിൽ അദദൽ മദ്കൂരി, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് മറുപടി പറയണം. കം അഹൻ ലക, ആരെങ്കിലും ഒരാൾ മറുപടി പറയും. ബ്രാക്കറ്റിൽ സിത്തുണ്ട്. മറുപടി പറയാൻ അറിയില്ലേ? മൈക്ക് ഓൺ ചെയ്യണ്ടേ? മൈക്ക് ഓൺ ചെയ്യാനല്ലോ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് മറുപടി പറയാം. നോബഡി. പേര് വിളിക്കും ഞാൻ. അറിവുന്നുണ്ടോ അവിടെ? ലീ സിത്തത്തു ഇഖ്വാനുൻ. ലീ സിത്തത്തു ഇഖ്വാനിൻ. ഇഖ്വാനിൻ. ഇഖ്വാനിൻ, ഓക്കെ. അല്ലെങ്കിൽ ഇഖ്വത്തിൻ. റഖം സുആൽ റഖം 2. കം ഉഖ്തൻ ലക. വേറൊരാള്. കം ഉഖ്തൻ ലക. ഹംസത്താണോ? ലി ഖംസു അഖവാത്തിൻ. ഖംസു അഖവാത്തിൻ. റഖം 3. കം ബഖറത്തൻ ഫിൽ ഹഖൽ. ഹഖൽ അറിയാമല്ലോ, വയല്. കം ബഖറത്തൻ ഫിൽ ഹഖൽ, വയലിൽ എത്ര പശുക്കളുണ്ട്? 10 ഇവിടെ, സംഖ്യ 10 ഉണ്ട്. എങ്ങനെ പറയും? ബക്കറത്ത് സ്ത്രീലിംഗമാകുമ്പോൾ എന്ത് ചെയ്യണം? അശ്റു. അശ്റു നേരത്തെ ഒന്നല്ലോ അശ്റു. ഇവിടെ റക്കം 7 നോക്ക്, മുകളിൽ റക്കം 7. അശ്റു തബീബാത്തിൻ. അശ്റു തബീബാത്തിൻ ഫിൽ മുസ്തഷ്ഫ. അശ്റു തബീബാത്തിൻ. അതേപോലെ ഇവിടെ എന്ത് പറയണം? ബക്കറത്താണ്. ഫിൽ ഹഖ്ലി അശ്റു ബക്കറാത്തിൻ. അശ്റു ബക്കറാത്തിൻ. ഖാല അല്ലാഹു തആല 7 ബക്കറാത്തിൻ സിമാനിൻ. സൂറത്ത് യൂസുഫ്. ഇന്നി റഅയ്തു കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞത്? വസബഉ ബക്കറാത്തിൻ സിമാനിൻ. രാജാവ് സ്വപ്നം കണ്ട കാര്യം പറഞ്ഞില്ലേ? 7 ബക്കറാത്തിൻ സിമാനിൻ. അപ്പൊ എന്താ പറഞ്ഞത്? സബഉ എന്ന താ ഇല്ലാത്ത പദമാണ് ഉപയോഗിച്ചത്. കം ത്വാലിബത്തൻ ജദീദത്തൻ ഫിൽ ഫസ്ൽ. 9 ഉള്ളത്. കം ത്വാലിബത്തൻ ജദീദത്തൻ എന്ത് പറയും? കം ത്വാലിബത്തൻ ജദീദത്തൻ ഫിൽ ഫസ്ൽ. ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരം ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഇവിടെ നമ്മൾ നേരത്തെ 1ാമത്തെ ചോദ്യത്തിൽ കം അഹൻ ലക്ക എന്ന് ചോദിച്ചു. അപ്പോ കം അഹൻ ലക്ക എന്ന് ചോദിച്ചുകൊണ്ട് ലീ എന്ന് ഉത്തരം തുടങ്ങണം. കം ഉഖ്തൻ ലക്ക എന്ന് ചോദിച്ചുകൊണ്ട് ലീ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം തുടങ്ങണം. ഇവിടെ കം ബക്കറത്തൻ ഫിൽ ഹഖ്ലി എന്ന് ചോദിക്കുമ്പോൾ ഫിൽ ഹഖ്ലി അശ്റു ബക്കറാത്തിൻ.
കം ത്വാലിബത്തൻ ജദീദത്തൻ ഫിൽ ഫസ്ലി എന്ത് പറയണം? ഫിൽ ഫസ്ലി തുല്ലാബിൻ. അല്ല എണ്ണം പറയാം ആദ്യം. ത്വാലിബാത്തിൻ. സബഉ അല്ല തിസ്ഉ ത്വാലിബാത്തിൻ. ത്വാലിബാത്ത്. ഒരു വാക്കൂടെ ഉണ്ട്, ജദീദത്തിൻ. ത്വാലിബാത്തിൻ ജദീദത്തിൻ. ഓക്കെ. റഖം 5. കം തബീബത്തൻ ഫി മുസ്തശ്ഫൽ വിലാദ. മുസ്തശ്ഫൽ വിലാദ അറിയാമല്ലോ, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. കം തബീബത്തൻ ഫിൽ മുസ്തശ്ഫൽ വിലാദ. അപ്പൊ ഫി മുതൽ പറയണം ഉത്തരം. ഫി മുസ്തശ്ഫൽ വിലാദത്തി എത്രയാണ്? തബീബത്തനാണ്. തബീബത്താവുമ്പോ എത്ര എന്ത് പറയണം? നേരത്തെ പറഞ്ഞു അത്. ഹംസു ത്വബീബാത്തിൻ. അല്ല 5 അല്ല, 8 ആണ്. 8. ഓക്കെ. ഇവിടെ ബ്രാക്കറ്റ് കിടക്കുന്നതാണ്. അപ്പൊ എന്ത് സമാനിയ ത്വബീബ്. യാ ഇല്ല, സമാനി. പിന്നെ അടുത്ത വാക്ക് ത്വബീബാത്തിൻ. സമാനി തബീബാത്തിൻ. റഖം 6. കം ഹാഫിലത്തൻ ഫിൽ ജാമിഅത്തി. കം ഹാഫിലത്തൻ ഫിൽ ജാമിഅത്തി. ഫിൽ ജാമിഅത്തി 6 ആണ്. ഹംസു 6. സിത്തു ഹാഫിലാത്ത്. ഹാഫിലാത്തിൻ. സിത്തു ഹാഫിലാത്തിൻ. ബഹുവചനം പറയണം. അടുത്തത് റഖം 7. കം ഇബ്നൻ ലക. കം ഇബ്നൻ ലക 4 വരണം. അപ്പൊ ലക്കയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരം പറയുമ്പോൾ എന്ത് ചെയ്യണം? ലീ അർബഅത്തു അബ്നാഇൻ. അർബഅത്തു അബ്നാഇൻ. മാഷാ അല്ലാഹ്, ഇപ്പൊ ഉത്തരങ്ങൾ വരുന്നുണ്ട്. അടുത്തത് റഖം 8. കം ബിൻതൻ ലക. 7 വരണം. കം ബിൻതൻ ലക. ലീ സബ്ഉ ബനാത്തിൻ. സബ്ഉ ബനാത്തിൻ. അടുത്തത് 9. റഖം 9. സുആൽ റഖം 9. കം ജാമിഅത്തൻ ഫീ ബലദിക. കം ജാമിഅത്തൻ ഫീ ബലദിക. അപ്പൊ ഉത്തരം എങ്ങനെ തുടങ്ങണം? ഫീ ബലദി. ഫീ ബലദി സലാസു ജാമിആത്തിൻ. ജാമിആത്തിൻ. ജാമിഅത്തുൻ ജാമിആത്തുൻ. സ്ത്രീലിംഗത്തിന്റെ താ വന്നാൽ ആത്ത് ചേർത്താൽ ബഹുവചനമാവും. കം കിതാബൻ ഇൻദക. 8 വരണം ഉത്തരത്തിൽ. കം കിതാബൻ ഇൻദക. സമാനി കുതുബിൻ. കിതാബ് ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, നേരത്തെ ദർസ് പറഞ്ഞതുപോലെ. يقرأ الجمل الآتية واكتبها. تمرين رقم 4. تمرين رقم 4. يقرأ الجمل الآتية. Read the following sentences. واكتبها and write مع كتابة الأعداد with writing the numbers. الواردة mentioned. الواردة mentioned فيها in that. بالحروف. അക്കത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യണം? അത് അക്ഷരത്തിൽ എഴുതണം. അക്കത്തിൽ കൊടുത്തിരിക്കുന്നത് അക്ഷരത്തിൽ എഴുതണം. പറയും, ഞാൻ വായിച്ചാൽ ഉത്തരം പറഞ്ഞു പോകും. റഖം 1. ഇവിടെ യഹ്വത്താണ്, രണ്ടാമത്തെ അഖവാത്താണ്. ഒരാൾ പറയും. ലി അർബഅ ഇഖ്വത്തിൻ വ സമനി ഇഖ്വാത്തിൻ. സലാസത്തു അഖവാത്തിൻ. സമാനി താഴത്താണ്. സലാസു അഖവാത്തിൻ. സലാസു അഖവാത്തിൻ. ലി അർബഅത്തു ഇഖ്വത്തിൻ വ സലാസു അഖവാത്തിൻ. സലാസു അഖവാത്തിൻ. റഖം 2. മുഹമ്മദുൻ ലഹു
അബിനാഉൻ അബിനാഇൻ. എണ്ണത്തിന് ശേഷം വരുമ്പോൾ കസർ പറയാം. ഹംസത്തു അബിനാഇൻ ഉം. വ ഉം. സമാനി സമ- ബനാത്തിൻ. സമാനി സമാനി ബനാത്തിൻ. ബനാത്തിൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ പേര് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറി മാറി പറയണം. ഒരാൾ തന്നെ പറയുമ്പോഴത്തേക്ക് ഒരാൾ തന്നെയാണ് പറയുന്നത് എന്നുള്ള പേര് കാണിക്കും. സലാസ ഇന്ത്യ അശറത്തു കുതുബിൻ അഷ്റത്തു കുതുബിൻ അഷറത്ത് കുത്തുബിൻ വ സമാനി മുജല്ലാത്തിൻ സബഅത്ത് മജല്ലാത്തിൻ മജല്ലാത്തിൻ. സമാനി മജല്ലാത്തിൻ. സമാനി സബോ അല്ലേ? സബാണ് സബ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും സമാനിയായിപ്പോയി. സബഉ മജല്ലാത്തിൻ. അർബ. സുആൽ റഖം അർബ. ഫിൽ മുസ്തഷ്ഫ തിസ്ഉ തൊബീബാത്തിൻ വ സിത്തു മുമരിലാത്തിൻ. സിത്ത് മുമരില രണ്ടും ഫീമെയിലാണ്. ഫിൽ മുസ്തഷ്ഫ തിസ്ഉ തബീബാത്തിൻ വ സിത്തു മുമരിദാത്തിൻ. സുആൽ റഖം 5 ഇന്ദി ഹിന്ദി അർബഅത്തു കുംസാനി. അർബഅത്ത് കുംസാനിൻ. കുംസാന് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കണം കേട്ടോ. ഹിന്ദി അർബ നേരത്തെ വന്നിട്ടുണ്ട്. കുംസാൻ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. കമീസിന്റെ ബഹുവചനമാണ്. ഓക്കെ. സിത്ത ലിഹാദിഹി സയ്യാറത്തി അർബഅത്ത് അബ്വാബ്. അർബഉ അബ്വാബിൻ. ബാബ് അബ്വാബ് സ്ത്രീലിംഗമായിട്ടാണ് ബഹുവചനം ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഓക്കെ. ഫി ഹാദിഹിൽ കലിമത്തി ഖംസു അഹ്റുഫിൻ. ബഹുവചനമായിട്ട്, ബഹുവചനം സ്ത്രീലിംഗമായതുകൊണ്ട്. ഫി മദ്രസത്തിന അത് വ്യക്തമാണ്. അത് പറയും. ഫി മദ്രസത്തിന എന്ത്? സമാനി മുദർരിസാത്തിൻ. അടുത്തത് 9 ഫി ബൈത്തിന അശ്റത്തു റിജാലിൻ വ അശ്റത്തു നിസാഇൻ. അശ്റത്തു റിജാലിൻ വ അശ്റു നിസാഇൻ. അശ്റ. ذهب أبي إلى الرياض قبل ثلاثة أيام. قال تعالى سخرها عليهم 7 ليال و8 أيام. قال تعالى سخرها عليهم 7 ليال و8 أيام. ഇപ്പൊ യൗമ അയ്യാം ബഹുവചനമാണ് എങ്കിൽ അതിനെ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സലാസത്തു അയ്യാമീൻ കേട്ടോ. ഇപ്പൊ ഖുർആൻ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. ഇനി എവിടേക്കാണ് താഴുള്ളത്, എവിടേക്കാണ് താഴില്ലാത്തത്. അപ്പോൾ നമുക്ക് ഈ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമൊക്കെ മനസ്സിലാകും. തംബീൻ റഖം 5 اكتب الأعداد من 3 إلى 10 وجعل كل من الكلمات الآتية معدودا له. ഇവിടെ 3 മുതൽ 10 വരെ എന്ത് ചെയ്യണം? ഇതിനെ 3 മുതൽ 10 വരെയുള്ള സംഖ്യ എഴുതുക. വജഅൽ കുല്ലം മിനൽ കലിമാത്തിൽ ആതിയത്തി മഅദൂദൻ ലഹു. എന്നിട്ട് എന്ത് ചെയ്യണം? 3 മുതൽ 10 വരെ ഇതെല്ലാം പറയണം. 3 മുതൽ 10 വരെ ഇതെല്ലാം പറയണം. ഇപ്പൊ നമ്മൾ നോക്കിയ സയ്യാറത്തുൻ, ഉഖ്തുൻ, താലിബത്തുൻ, മജല്ലത്തുൻ, ബിൻതുൻ, സാഅത്തുൻ എല്ലാം സ്ത്രീലിംഗമാണ്.
നമുക്ക് എളുപ്പമാണ്. സലാസു സയ്യാറാത്തിൻ, അർബഅ സയ്യാറാത്തിൻ, ഖംസു സയ്യാറാത്തിൻ, സിത്തു സയ്യാറാത്തിൻ, സബഅ സയ്യാറാത്തിൻ, സമാനി സയ്യാറാത്തിൻ, തിസ്ഉ സയ്യാറാത്തിൻ, അശ്റു സയ്യാറാത്തിൻ. അപ്പം അതേപോലെ സലാസു അഖവാത്തിൻ, അർബഅ അഖവാത്തിൻ, ഖംസു അഖവാത്തിൻ, സിത്തു അഖവാത്തിൻ, സബഅ അഖവാത്തിൻ, സമാനി അഖവാത്തിൻ, തിസ്ഉ അഖവാത്തിൻ, അശ്റു അഖവാത്തിൻ. അടുത്ത പറയ്. താലിബാത്തിൻ സലാസു, ഒരാൾ പറയും. സലാസു ത്വാലിബാത്തിൻ, ആ അർബഅു ത്വാലിബാത്തിൻ, ഉം, ഖംസു ത്വാലിബാത്തിൻ, ഉം. സിത്തു ത്വാലിബാത്തിൻ, സബഉ ത്വാലിബാത്തിൻ, സമാനി ത്വാലിബാത്തിൻ, ഉം. തിസ്ഉ ത്വാലിബാത്തിൻ, അശ്റു ത്വാലിബാത്തിൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അടുത്തയാള് മജല്ലത്തിൻ. ഉം. സലാസു മജല്ലാത്തിൻ, ഉം. അർബഉ മജല്ലാത്തിൻ, ഖംസു മജല്ലാത്തിൻ, സിത്തു മജല്ലാത്തിൻ, സബഉ മജല്ലാത്തിൻ, സമാനിയു മജല്ലാത്തിൻ, തിസ്ഉ മജല്ലാത്തിൻ, അശ്റു മജല്ലാത്തിൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അടുത്തയാള് ബിൻതിൻ, ബനാത്താക്കി പറയും. ഉം. കുറച്ചുകൂടെ ഉറക്കെ പറയും. ثلاث بنات، أربع بنات، خمس بنات، ست بنات، سبع بنات، ثمان بنات، ست بنات، 10 بنات. അഷറു, അഷറു ബനാത്തിൻ. എല്ലാത്തിൻ്റെയും ലമ്മ്, അവസാനത്തെ ലമ്മ് പ്രകടമാകണം കേട്ടോ. അതായത് ഓരോ നൗണിൻ്റെയും വെർബിൻ്റെയും എൻഡിലുള്ള അടയാളം വ്യക്തമാകുക എന്നത് അറബി ഭാഷാ പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള അക്ഷരത്തിൻ്റെ ഉച്ചാരണം മാറിയാലും അവസാനത്തെ അക്ഷരം കൃത്യമായിരിക്കണം, അവസാനത്തെ അക്ഷരത്തിൻ്റെ അടയാളം. അടുത്തത് സാഅത്തുൻ, സാഅത്തുൻ. ഒരാൾ പറയും. ഇപ്പോ ബിന്ത് ബനാത്ത് പറഞ്ഞ ആളുടെ പേരെന്ന് പറയും. നിങ്ങളുടെ സൗണ്ട് വളരെ ലഘുവായിരുന്നുകൊണ്ട് കേട്ടില്ല, കണ്ടില്ല. നൗഫൽ. ഓക്കെ ഓക്കെ. ഇപ്പൊ സംസാരിച്ചതുപോലെ സംസാരിക്കണം കേട്ടോ. ഇനി അടുത്ത സാഅത്തിൻ പറയും. സാഅത്തിൻ, സാഅത്തിനാക്കി പറയും. സലാസു സആത്തിൻ, അർബഅ സആത്തിൻ, ഖംസു സആത്തിൻ, തിസ്ഉ സആത്തിൻ. ഖംസ കഴിഞ്ഞിട്ട് സിത്തു, സിത്തു. ഖംസ കഴിഞ്ഞിട്ട് സിത്ത് തന്നെ പറഞ്ഞത്. സിത്തു സആത്തിൻ, സബഉ സആത്തിൻ, സമാനി, സമാനി. അവിടെ സമാനിയുടെ അവിടുത്തെ അവസാനം ലമ്മില്ല, സമാനി മാത്രമേ ഉള്ളൂ. സമാനി സആത്തിൻ, തിസ്ഉ സആത്തിൻ, അശ്റു സആത്തിൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. അൽ കലിമാത്തുൽ ജദീദ, അൽ മജല്ലത്തു. മജല്ലത്ത് എന്താണ്? മാഗസിൻ. അതിൻ്റെ ബഹുവചനം മജല്ലാത്തുൻ. പിന്നെ ഇന്തോനേഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ. ന്യൂ വേർഡ്സ് ആകാൻ സാധ്യത കുറവാണ്. ഇന്തോനേഷ്യ നേരത്തെ വന്നിട്ടുണ്ടാകും. അൽ ഹർഫു, അക്ഷരം. അൽ ഹർഫ്, ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം. അതിൻ്റെ ബഹുവചനമാണ് അഹ്റുഫുൻ, ഹുറൂഫുൻ. അഹ്റുഫുൻ, ഹുറൂഫുൻ. ഹുറൂഫുൽ ജർറ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹുറൂഫുൽ ജർറ്. അപ്പോൾ ഇനി ആ പേര് നമുക്ക് പറഞ്ഞ് പഠിക്കണം. ഹുറൂഫുൽ ജർറ് എന്ന് പറഞ്ഞാൽ കസ്ർ വരുത്തുന്ന അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. അത് അറബി ഭാഷയിൽ പൂർണ്ണമായ നാമമോ ക്രിയയോ അല്ലാത്തതിന് ഹർഫ് എന്നാണ് പറയുക. നാമമോ ക്രിയയോ അല്ലാത്തതിന് ഹർഫ് എന്ന് പറയും. ചിലപ്പോൾ അത് ഹർഫ് ഒരക്ഷരമാകാം, രണ്ടക്ഷരമാകാം. യഥാർത്ഥത്തിൽ അക്ഷരമാലയിലെ ഹർഫിനും ഹർഫ് എന്ന് പറയും. അതേപോലെ നൗണും വെർബും അല്ലാത്ത പദങ്ങൾക്ക് അറബി ഭാഷയിൽ ഹർഫ് എന്നാണ് പറയുക. മിൻ, ഇല, അൻ, അല. അവിടെ ബി ഉണ്ട്, ഫി ഉണ്ട്. അത് ഒറ്റ അക്ഷരമാണെങ്കിലും
അതും എന്താണ് ഹർഫ് എന്ന് തന്നെയാണ് പറയുക. ഇലായ്ക്ക് 3 അക്ഷരമുണ്ട്, അതും ഹർഫ് എന്ന് തന്നെയാണ് പറയുക. മിൻ 2 അക്ഷരമാണ്, അതും ഹർഫ് എന്നാണ് പറയുക. അൽ കലിമത്തു പദം, കലിമത്ത് പദം, കലിമത്ത് പദത്തിന്റെ ബഹുജനമാണ് കലിമാത്ത്. ഓക്കെ, അടുത്ത ലെസണിലേക്ക് പോകാമല്ലോ. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 10-20 വരെ ക്ഷമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഇന്നിപ്പോൾ പറഞ്ഞത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അതിൽ പുതിയ പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില പദങ്ങളുണ്ടെങ്കിലും പുതുതായി നമുക്ക് ഗ്രാമർ ഒന്നും പഠിക്കാനില്ല അതിൽ. അടുത്തത് മദ്രസത്തി. മജല്ലത്തിന്റെ അർത്ഥം ഒന്നും കൂടി പറയോ? മജല്ലത്തുൻ മാഗസിൻ, മാസിക എന്ന് പറഞ്ഞാൽ മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. വീക്കിലി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ ദിനപത്രമല്ലാത്തതിനെയാണ് മജല്ല എന്ന് പറയുന്നത് കേട്ടോ. അത് വീക്കിലി ആകാം, മന്ത്ലി ആകാം, അതേപോലെ ഫോർട്ട്നൈറ്റ്ലി ആകാം. അതിനാണ് മജല്ല എന്ന് പറയുന്നത്. മാഗസിൻ ഇതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മജല്ല, മാഗസിൻ ഓർ ജേണൽ. ഓക്കെ, അദ്ദർസു സാനി വൽ 20 അല്ലേ, 21. അദ്ദർസുൽ ഹാദി വൽ 20, അദ്ദർസുൽ ഹാദി വൽ 20. മദ്രസത്തി, മൈ സ്കൂൾ. ഇപ്പൊ ഇതൊരു പാസേജാണ്, ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, സംഭാഷണമല്ല ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അവൈലബിൾ ടൈമിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ എന്ത് ചെയ്യണം, ഇരുന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് സെന്റൻസുകൾ എഴുതാൻ പറ്റും. നിങ്ങളുടെ വീട്ടിനെ കുറിച്ച് എഴുതാം, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് എഴുതാം, അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിനെ കുറിച്ച് എഴുതാം. എന്തിനെങ്കിലും കുറിച്ച് ഒരു 5 സെന്റൻസ് എഴുതുക. അപ്പൊ ഇതിൽ സിമ്പിൾ, വളരെ ലളിതമായിട്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഹാദിഹി മദ്രസത്തി, ദിസ് ഈസ് മൈ സ്കൂൾ. എന്തുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു? മദ്രസത്തിൻ സ്ത്രീലിംഗമായതുകൊണ്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഹാദിഹി ഉപയോഗിച്ചു. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നതെന്ന് പറഞ്ഞാൽ കൺഫേം ആക്കുക. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെല്ലാം ലാംഗ്വേജ് എന്താണ് കൺഫേം ആയി. ഹിയ കരീബത്തുൻ, കരീബ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കരീബിൻ അടുത്തത്. അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. അറിയുക, അള്ളാഹുവിന്റെ സഹായം സമീപസ്ഥമാണ്, നോട്ട് വെരി ഫാർ, ദൂരെയല്ല. ഇവിടെ കരീബത്തിൻ, അത് മദ്രസത്തിൻ സ്ത്രീലിംഗമായതുകൊണ്ട് കരീബത്തിൻ. ഹിയ എന്ന് പറഞ്ഞു, അതേപോലെ കരീബത്തിൻ എന്ന് പറഞ്ഞു. അത് സമീപത്താണ്. ഏതിന്റെ സമീപത്ത്? മിനൽ മസ്ജിദി. അപ്പൊ ഈ കരീബത്തിന്റെ കൂടെ മിൻ ഉപയോഗിച്ചിട്ടാണ് അതിന് തൊട്ടടുത്ത സാധനം പറയുന്നത്. അതിന് ഏതിനോടടുത്തത് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മിന ഉപയോഗിച്ചിട്ടാണ് പറയുക. കരീബ്, കരീബ് മിനൽ മുഹ്സിനീൻ എന്ന ഒരു വാക്കുണ്ട്. ഞാൻ ആയത്ത് ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അപ്പൊ ഇവിടെ കരീബത്തുൻ മിനൽ മസ്ജിദി, പള്ളിയോട് അടുത്തതാണ്. അപ്പൊ ഇവിടെ മിൻ എന്ന് പറയുമ്പോൾ നിന്നും, എപ്പോഴും മിന്നിനും ബിക്കും ഒക്കെ മിന്നിന് നിന്നും എന്നും ബിക്ക് കൊണ്ടെന്നായിരിക്കും അർത്ഥം. അതൊരു പ്രിപ്പോസിഷൻ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിനെ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ട് പറഞ്ഞാൽ മതി. ഹിയ കരീബത്തു മിനൽ മസ്ജിദ്, അത് പള്ളി, മലയാളത്തിൽ പറയുമ്പോൾ പള്ളിയോടടുത്തതാണ്. പള്ളിയിൽ നിന്നും അടുത്താണെന്നല്ല പറയും, പള്ളിയോടടുത്തതാണ്. ഹിയ മദ്രസത്തുൻ കബീറത്തുൻ, അത് എന്താണ്? ഒരു മദ്രസത്തുൻ കബീറത്തുൻ, വലിയൊരു സ്കൂളാണ്. അപ്പൊ മദ്രസത്തിന്റെ വിശേഷണം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? കബീറത്തുൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ലഹ സലാസത്തു അബുവാബിൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ അബുവാബിന് മസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ക്ലിയർ ആയി. അബുവാബ് എന്താണ്? മസ്കുലിൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സലാസത്ത്, അങ്ങനെ ചില വാക്കുകളുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നത്.
തുടക്കത്തിൽ നമ്മൾ ഏതോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ കിദിറുൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കിദിർ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതിൽ അവസാനം തായൊന്നുമില്ല, പക്ഷേ എങ്കിലും എന്താണ് അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എന്താണ് ബാബ്, ബാബ് എന്താണ്? ബാബ് അതിൻ്റെ ഏകവചനം പുല്ലിംഗമായതുകൊണ്ട് ബഹുവചനത്തെയും പുല്ലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ലഹ സലാസത്തു അബ്വാബിൻ, അതിന് 3 വാതിലുകളുണ്ട്. അബ്വാബുഹ മഫ്തൂഹത്തുൻ, അബ്വാബുഹ മഫ്തൂഹത്തുൻ. ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? നേരത്തെ ഇവിടെ സംഖ്യ എണ്ണം പറയുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ മസ്കുലിനായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയം ഇവിടെ അബ്വാബുഹ അതിന്റെ വാതിലുകൾ മഫ്തൂഹത്തുൻ, അവിടെ സ്ത്രീലിംഗ ബഹുവചനത്തെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിക്കുക. നമ്മളെ വിശേഷണം ഉണ്ടല്ലോ, വിശേഷണം പഠിപ്പിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ബഹുവചനത്തെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിക്കുക. മഫ്തൂഹത്തുൻ അൽ ആൻ, നൗ ഇപ്പോൾ അത് ഓപ്പൺ ആണ്. മഫ്തൂഹത്ത്. ഫിൽ മദ്രസത്തി ഫുസൂലുൻ കസീറത്തുൻ, ഫിൽ മദ്രസത്തി സ്കൂളിൽ, ആ സ്കൂളിൽ ഫുസൂലുൻ കസീറത്തുൻ, കസീറത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം, കസീറുൻ കസീറത്തുൻ. എവിടെയും വിശേഷണത്തെ എന്താണ് ചെയ്യുന്നത്? വിശേഷണത്തെ ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഫിൽ മദ്രസത്തി ആ സ്കൂളിൽ, ഫുസൂലുൻ കസീറത്തുൻ, ഫസലിന്റെ ബഹുവചനം ഫുസൂൽ, കസീറത്തുൻ ധാരാളം, ധാരാളം ക്ലാസുകൾ ഉണ്ട്. ഹാദ ഫസ്ലുന, ദിസ് ഈസ് അവർ ക്ലാസ്, ഇത് ഞങ്ങളുടെ ക്ലാസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വഹുവ ഫസ്ലുൻ വാസിഉൻ, നേരത്തെ മദ്രസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വഹിയ എന്നാണ് പറഞ്ഞത്. സംസാരിക്കുന്നവർ മൈക്ക് ഓഫ് ചെയ്തിട്ട് സംസാരിക്കണേ. ഇവിടെ സംസാരിക്കുമ്പോഴേ ഓൺ ചെയ്യാവൂ, അല്ലെങ്കിൽ സംസാരം കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. വഹുവ ഫസലുൻ വാസിഉൻ, ഇപ്പൊ ക്ലാസ് റൂമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫസൽ എന്നായതുകൊണ്ട് വഹുവ ഫസലുൻ വാസിഉൻ. ഫീഹി നാഫിദത്താനി, ഫീഹി അപ്പൊ ഫസൽ ആയതുകൊണ്ട് ഫീഹി അതിൽ ഉണ്ട്. നാഫിദത്താനി 2 വിൻഡോസ്, 2 വിൻഡോസ്. അപ്പൊ നാഫിദത്തുൻ 1 വിൻഡോ, നാഫിദത്താനി 2 വിൻഡോ. അപ്പൊ എല്ലാത്തിനും ആനി ചേർത്താൽ എന്തായി? ദ്വിവചനമായി. കൂബുൻ കപ്പ്, കൂബാനി 2 കപ്പ്. അതേപോലെ കുഫ്ലുൻ പൂട്ട്, കുഫ്ലാനി 2 പൂട്ട്. കലമുൻ പേന, കലമാനി 2 പേന. അപ്പൊ അതിൽ മറ്റ് ചില ഏകവചനവും ബഹുവചനവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചിലതിൽ ഊന ചേർക്കണം, ചിലതിൽ ബ്രോക്കൺ പ്ലൂറലായിരിക്കും. അപ്പോൾ അങ്ങനെ ഊന ചേരുന്നതും ബ്രോക്കൺ പ്ലൂറലും തമ്മിലൊന്നും യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ദ്വിവചനത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും ആനി ചേർത്താൽ ദ്വിവചനമായി. ഫീഹി നാഫിദത്താനി കബീറത്താനി, അപ്പോ ദ്വിവചനത്തിന്റെ വിശേഷണമായതുകൊണ്ട് കബീറത്താനി 2 വലിയ, നാഫിദത്താനി കബീറത്താനി 2 വലിയ, കബീറത്തൻ വലുത്, കബീറത്താനി 2 വലിയ. വഫീഹി മകാതിബു വകറാസിയു, മക്തബുൻ പ്ലൂറൽ, മകാതിബു മക്തബിന്റെ ബഹുവചനം മകാതിബ്. വകറാസിയു കുർസിയിൻ ബഹുവചനം കറാസിയു, കുർസി നമ്മൾ നേരത്തെ പഠിച്ചു, കുർസിയിൻ ബഹുവചനം കറാസിയു. അപ്പൊ ഒഫീഹി മകാതിബു വകറാസിയു, അതിൽ കുറേ ഡെസ്കുകളും കസേരകളുമുണ്ട്, അതിൽ ഡെസ്കുകളും കസേരകളും ഉണ്ട്. വഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ, സബ്ബൂറത്ത് എന്ന് പറഞ്ഞാൽ ബോർഡ്, റൈറ്റിംഗ് ബോർഡ്, എഴുതുന്ന ബോർഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബ്ലാക്ക് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, അപ്പൊ അത് വൈറ്റ് ബോർഡ് ആണെങ്കിലും സബ്ബൂറത്ത് എന്ന് തന്നെയാണ് പറയുക.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈറ്റിംഗ് ബോർഡ്, എഴുതുന്ന ബോർഡുണ്ട്. ഫീഹി സബ്ബൂറത്തുൻ കബീറത്തുൻ, സബ്ബൂറത്തുൻ സ്ത്രീലിംഗം ആയതുകൊണ്ട് കബീറത്തുൻ, അതിൽ വലിയ ഒരു ബോർഡുണ്ട്. ഹാദ മക്തബുൽ മുദർരിസി, ഇത് അധ്യാപകന്റെ മേശയാണ്. വദാക കുർസിയുഹു, മക്തബിന് ഞാൻ നേരത്തെ പറഞ്ഞു ഓഫീസ് എന്നും അർത്ഥമുണ്ട്. ദഹബയില മക്തബിൽ മുദീരി എന്ന് പറഞ്ഞു. ദഹബയില മക്തബിൽ മുദീരി എന്ന് പറഞ്ഞു, മുദീറിന്റെ ഓഫീസിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇവിടെ ഹാദ മക്തബുൽ മുദർരിസി, ഇത് മുദർരിസിന്റെ മേശയാണ്, ടേബിളാണ്. വദാക കുർസിയുഹു, ജാക്ക എന്ന് പറഞ്ഞാൽ ജാലിക്കയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഉപയോഗമാണ് ജാക്ക. അത് അദ്ദേഹത്തിന്റെ കുർസിയാണ്, കസേരയാണ്. വതിൽക മകാതിബു തുല്ലാബി, ഇപ്പൊ എന്തായി? മക്തബിന്റെ ബഹുവചനം പറഞ്ഞപ്പോ അത് പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചത്. വതിൽക മകാതിബു തുല്ലാബി, അത് സ്റ്റുഡൻസിന്റെ മേശകളാണ്, അത് സ്റ്റുഡൻസിന്റെ മേശകളാണ്. വകറാസിയുഹും, അവരുടെ കസേരകളും. മക്തബുൽ മുദർരിസി കബീറുൻ, അധ്യാപകന്റെ ടേബിൾ വലുതാണ്. മക്കാതിബു തുല്ലാബി, സ്റ്റുഡൻസിന്റെ മേശകൾ സഗീറത്തുൻ. മക്കാതിബ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിക്കുന്നു, സഗീറത്തുൻ. ഫീ ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിൽ അശ്റതു തുല്ലാബിൻ, അശ്റതു തുല്ലാബിൻ, ഞങ്ങളുടെ ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. അശ്റത്തു തുല്ലാബിൻ, തുല്ലാബ് എന്ന് പറഞ്ഞപ്പോൾ ബോയ്സ് ആണ് കേട്ടോ, 10 ബോയ്സ് ഉണ്ട്. വഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, വഹും അവർ, മിൻ ബിലാദിൻ, ബലദിന്റെ ബഹുവചനം ബിലാദ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മുഖ്തലിഫത്തുൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മുഖ്തലിഫത്തുൻ വ്യത്യസ്തമായ. മുഖ്തലിഫത്തുൻ എന്ന് പറഞ്ഞത് എന്താണ്? ഏകവചനമാണ്. ബിലാദ് ബഹുവചനമായതുകൊണ്ട് മുഖ്തലിഫത്തുൻ എന്ന സ്ത്രീലിംഗ ബഹുവചനം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഹദ മുഹമ്മദൻ, ഇത് മുഹമ്മദാണ്. വഹുവ മിനൽ യാബാനി, അദ്ദേഹം ജപ്പാനിൽ നിന്നുള്ള ആളാണ്. വഹദ ഖാലിദുൻ, ഇത് ഖാലിദാണ്. വഹുവ മിന സീനി, അദ്ദേഹം ചൈനയിൽ നിന്നുള്ള ആളാണ്. വഹാദ അഹ്മദു, അഹ്മദ് തൻവീൻ സ്വീകരിക്കാത്ത പദമാണ് കേട്ടോ. ഖാലിദുൻ അതേപോലെ മുഹമ്മദുൻ ഒക്കെ തൻവീൻ സ്വീകരിക്കുന്ന പദം. അതേസമയം അഹ്മദ് തൻവീൻ സ്വീകരിക്കാത്ത പദം. വഹാദ അഹ്മദു, ഇത് അഹ്മദാണ്. വഹുവ മിനൽ ഹിന്ദി, അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. വഹാദ ഇബ്രാഹീമു, വഹാദ ഇബ്രാഹീമു, ഇബ്രാഹിം തൻവീൻ സ്വീകരിക്കാത്ത പദം, ഇത് ഇബ്രാഹിം ആകുന്നു. വഹുവ മിൻ ഗാന, അദ്ദേഹം ഗാനയിൽ നിന്നുള്ള ആളാണ്. വഹാദ ഇസ്മായിലു, ഇസ്മായില് തൻവീൻ സ്വീകരിക്കാത്ത പദം. തൻവീൻ സ്വീകരിക്കാത്ത നൗണുകളൊക്കെ വേറെ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ അതിൽ പ്രവാചകന്മാരുടെ പേര് വേറെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വഹാദ ഇസ്മായിലു, ഇത് ഇസ്മായിൽ. വഹുവ മിൻ നൈജീരിയ, അദ്ദേഹം നൈജീരിയയിൽ നിന്നുള്ളയാളാണ്. വഹാദ യൂസുഫു, ഇത് യൂസുഫ്. വഹുവ മിൻ ഇംഗൽത്തറ, അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നുള്ളയാളാണ്. വഹാദ ബൈറം, ഇത് ബൈറമാണ്. ഹാദ ബൈറമു, ബൈറമു എന്താണ്? ബൈറമു തൻവീൻ സ്വീകരിക്കാത്ത പദമാണ്. വഹുവ മിൻ തുർക്കിയ, അദ്ദേഹം തുർക്കിയിൽ നിന്നുള്ളയാളാണ്. വഹാദ അമ്മാറുൻ, ഇത് അമ്മാറാണ്. വഹുവ മിൻ മലേഷ്യ, അദ്ദേഹം മലേഷ്യയിൽ നിന്നുള്ളയാളാണ്. വഹാദ അലിയുൻ, ഇത് അലിയാണ്. വഹുവ മിൻ അമേരിക്ക, അവൻ അമേരിക്കയിൽ നിന്നുള്ളയാളാണ്. വഹാദ അബൂബക്കറിൻ, അബൂബക്കറിൻ, ഇത് അബൂബക്കറാണ്. അപ്പൊ അബൂബക്കറിന് മാത്രം എന്താ കസറ്? ആർക്ക് പറയാം?
അബൂബക്കറിന് മാത്രം കസൽ, ബാക്കി എല്ലാത്തിനും ലമ്മും അല്ലെങ്കിൽ ലമ്മു തൻവീൻ. ഹദ അബൂബക്കരിൻ. അബൂബക്കറിനുള്ള 2 വാക്കാണ് കേട്ടോ. അബൂ എന്ന ഒരു വാക്ക്, ബക്കരിൻ എന്ന 2ാമത്തെ വാക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? യാ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണെങ്കിൽ എന്ത് വരുമെന്ന് പറഞ്ഞു? ഒറ്റ വാക്കാണെങ്കിൽ ലമ്മ വരുമെന്ന് പറഞ്ഞു. ഇരട്ട വാക്കാണെങ്കിൽ ഫത്തഹ് വരുമെന്ന് പറഞ്ഞു. യാ അബ്ദല്ലാഹി. അപ്പൊ അബ്ദല്ലാ എന്ന് പറയുന്നത് എന്താണ്? അബ്ദുള്ള എന്ന് പറയുന്ന 2 വാക്കാണ്. അബ്ദ് എന്നൊരു വാക്ക്, അള്ളാഹു എന്ന 2ാമത്തെ വാക്ക്. അപ്പൊ യാ അബ്ദല്ലാഹി, അപ്പൊ അള്ളാഹുവിന്റെ ദാസ എന്നാണ് കേട്ടോ. അള്ളാഹുവിന്റെ ദാസൻ എന്നാണ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ. അപ്പൊ അതേപോലെ ഇവിടെ അബൂ ബക്കരിൻ, ബക്കരിന്റെ പിതാവ് എന്നാണ് കേട്ടോ. പുരുഷന്മാരുടെ പിതാവ് എന്നാണ്, പുരുഷന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. ഈ അബൂബക്കർ എന്ന മഹാനുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ, നബി സല്ലല്ലാഹു പ്രവാചകനെ വിശ്വസിച്ച 1ാമത്തെ സഹാബി, 1ാമത്തെ ഖലീഫ അബൂബക്കർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കഅബ എന്ന് പറയുന്നത് ഷിർക്കിന്റെ പേരാണ്, കഅബയുടെ ദാസൻ എന്നായിപ്പോയി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അബൂബക്കർ, പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ അബൂബക്കർ എന്ന് പേരിട്ടു. അപ്പൊ അതാണ് അബൂബക്കരിന്, ബക്കറിന്റെ പിതാവ് എന്നാണ് അർത്ഥം. ബക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ. വഹാദ അബൂബക്കരിൻ. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ എന്ന അർത്ഥത്തിൽ വളർന്നതുകൊണ്ടാണ് കസർ വന്നത്. ഇവിടെ ഇലാഫത്താണ് അബൂ ബക്കറിൻ, അബൂനെ ബക്കറിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്. വഹാദ അബൂബക്കരിൻ, ഇത് അബൂബക്കറാണ്. വഹുവ മിൻ റൂസിയ, അവൻ റഷ്യയിൽ നിന്നുള്ളയാളാണ്. ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, നേരത്തെ പറഞ്ഞതുപോലെ ബിലാദിൻ മുഖ്തലിഫത്തിൻ, അവരെല്ലാവരും വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളവരാണ്. വല്ലുഗാതുഹും, ലുഗത്തുൻ ഭാഷ, വല്ലുഗാതുഹും മുഖ്തലിഫത്തിൻ, അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്. വഅൽവാനുഹും, ലൗനുൻ കളർ കേട്ടോ, ലൗനുൻ കളർ, അതിന്റെ ബഹുവചനമാണ് അൽവാനുൻ. വമിൻ ആയാതിഹി വഖ്തിലാഫു, മിൻ ആയാതിഹി വഖ്തിലാഫു അൽസിനത്തിക്കും എന്ന് പറഞ്ഞു. വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ നിറത്തിൻ്റെയും, അവിടെ അൽസിനത്ത് എന്നാണ് പറഞ്ഞല്ലോ ഖുർആനിൽ പറഞ്ഞപ്പോൾ, ഭാഷയ്ക്ക് ലിസാനിന്റെ ബഹുവചനമായിട്ട് അൽസിനത്താണ് ഉപയോഗിച്ചത്. ഭാഷയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ലുഗത്തിന്റെ ബഹുവചനമായിട്ട് ലുഗാത്ത് ആണ്. ലുഗത്തിൻ ബഹുവചനം ലുഗാത്തിനാണ് ഉപയോഗിച്ചത്. അപ്പൊ അൽവാന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. വഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും, ലൗനിന്റെ ബഹുവചനം അൽവാൻ. അൽവാനുഹും, അവരുടെ നിറങ്ങൾ, മുഖ്തലിഫത്തുൻ, വ്യത്യസ്തമാണ്. വലാക്കിൻ, പക്ഷേ, ലാക്കിൻ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ, ദീനുഹും വാഹിദുൻ, അവരുടെ ദീൻ ഒന്നാണ്. വറബ്ബുഹും വാഹിദുൻ, അവരുടെ റബ്ബ്, രക്ഷിതാവ് ഒന്നാണ്. വനബിയ്യുഹും വാഹിദുൻ, അവർ വിശ്വസിക്കുന്ന നബി ഒന്നാണ്. ഖിബ്ലത്തുഹും വാഹിദത്തുൻ, അവര് തിരിഞ്ഞു നിൽക്കുന്ന ഖിബില ഒന്നാണ്. അപ്പൊ ഖിബില പറഞ്ഞപ്പോൾ ഖിബിലത്തുൻ സ്ത്രീലിംഗ പദമായതുകൊണ്ട് വാഹിദത്തുൻ എന്ന് പറയും. ഖിബിലത്തുഹും വാഹിദത്തുൻ. ഇപ്പൊ സ്ത്രീലിംഗ പദത്തിലുള്ള താനോടൊപ്പം മറ്റൊരു പദം ചേർന്ന് വന്നാൽ, ഇപ്പൊ സർവനാമം പോലുള്ളത് ചേർന്ന് വന്നാൽ എന്തായി? അത് കെട്ടുള്ളതായി ഓപ്പൺ തായായിട്ട് മാറും. വഖിബ്ലത്തുഹും വാഹിദത്തുൻ വഹും, വഖിബ്ലത്തുഹും വാഹിദത്തുൻ ഹും മുസ്ലിമൂൻ, അവർ മുസ്ലിംകളാണ്. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ, മുസ്ലിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഹദാ മുദർരിസുന, ഇത് ഞങ്ങളുടെ അധ്യാപകനാണ്. ഹദാ മുദർരിസുന, ഇത് ഞങ്ങളുടെ അധ്യാപകനാണ്. ഇസ്മുഹു ഷേഖ് ബിലാൽ, അദ്ദേഹത്തിന്റെ പേര് ഷേഖ് ബിലാൽ എന്നാണ്. ഷേഖ് ബിലാൽ എന്നാണ് കേട്ടോ. അപ്പൊ പേര് പറയുമ്പോൾ നമ്മൾ ഷേഖ് ബിലാൽ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഗുരു ബിലാൽ എന്ന് പറയണ്ട. വഹുവ മിൻ റൂസിയ, അദ്ദേഹം റഷ്യക്കാരനാണ്. വഹുവ റജുലൻ സ്വാലിഹൻ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. മലയാളത്തിൽ പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അദ്ദേഹം സുഹൃതവാനായ ഒരാളാണ് എന്ന്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നഹ്നു നുഹിബ്ബുഹു, ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഇത് ഒരു പ്രയോഗമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം അതിന്റെ വിശദീകരണം വരും അടുത്ത പാഠത്തിൽ.
നഹ്നു ഞങ്ങൾ, നുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, ഹു അദ്ദേഹത്തെ. നഹ്നു നുഹിബ്ബു ഹു ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. നുഹിബ്ബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഹു അദ്ദേഹത്തെ, കസീറൻ ധാരാളമായി. ഓക്കെ, ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇതിൻ്റെ എക്സസൈസ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കണം. കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കിയിട്ട് ഉത്തരം എഴുതേണ്ടതാണ് കേട്ടോ. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, ഇതെല്ലാം നിങ്ങൾ എഴുതേണ്ടതാണ്. ഇതിലെനിക്ക് വിശദീകരിച്ച് തരാനൊന്നുമില്ല. എല്ലാം നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എഴുതിയിട്ട് കൊണ്ടുവരണം. ഞാൻ വായിക്കാം, അല്ല വായിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം വെച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് അജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ പറയുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 കറക്റ്റ് ഓർ റോങ്, റൈറ്റ് ഓർ റോങ് എന്ന് എഴുതുക. അതാണ്. മൂന്നാമത്തേത് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ വേർതിരിച്ച് എഴുതുക. ഇപ്പം നിങ്ങൾ രാഷ്ട്രങ്ങളുടെ പേര് നോക്കിയിട്ട് അത് ഏഷ്യൻ വൻകരയിലാണോ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണോ, അതല്ല യൂറോപ്പിലാണോ എന്ന് എഴുതണം. ന്യൂ വേർഡ്സ്: അൽ മക്തബ് ഡെസ്ക്, മക്കാത്തിബ് ഡെസ്കുകൾ, അൽ കുർസിയു കസേര, കറാസി ബഹുവചനം, ലൗന് അൽവാന് നിറങ്ങൾ, ഖിബലത്ത് ദിശ തിരിഞ്ഞു നിൽക്കുന്ന ദിശ, സാക്ക ഈസ് ഈക്വൽ ടു സാലിക്ക, അൽ കാറത്ത് ഇവിടെ ക്വസ്റ്റ്യനിലാണ് വന്നിരിക്കുന്നത്. കാറത്ത് എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റ്, ഭൂഖണ്ഡം. ഓക്കെ, ഈ ഡോക്യുമെന്റ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം നമ്മൾ യൂണിറ്റ് 20 പാഠഭാഗം വായിച്ചു തീർന്നു. എക്സസൈസ് നിങ്ങളോട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എഴുതിക്കൊണ്ട് വരണം.